എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു പോത്തുകാൽ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു തമിഴ്നാട് ടൈപ്പുള്ള ബിരിയാണിയാണ്. നമ്മൾ ദം ബിരിയാണിയല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള നമ്മൾ പോത്തിൻ്റെ ഒരു കാലിൻ്റെ ഒരു ഭാഗം എടുത്തിട്ടുണ്ട്, 2 ഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കാല്. അപ്പോൾ കുറച്ച് മാംസം വേറെ എടുത്തിട്ടുണ്ട്. വലിയ വലിയ പീസാണ്, ബിരിയാണിക്കുള്ള പീസാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ആവശ്യമായിട്ടുള്ള പുതിന, തക്കാളി, പച്ചമുളക്, ഉള്ളി ഒക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള 1 കിലോ അരിയാണ്, ജീരകശാല അരിയാണ്, മലബാർ ജീരകശാല അരിയാണുള്ളത്. നല്ല അരിവാണ് കേട്ടോ, അതിന് നല്ലൊരു ടേസ്റ്റ്, ഒരു മണമൊക്കെ കിട്ടുള്ളൂ ബിരിയാണിക്ക്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഈ ബീഫ് ഒന്ന് നന്നായി കഴുകിയെടുക്കുക. ബീഫ് നല്ലവണ്ണം ഒന്ന് കഴുകിയിട്ട് നമുക്ക് ഇതിനെ കുക്കറിലിട്ടിട്ടൊന്ന് വേവിക്കണം. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ഇടുക, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കല്ലുപ്പ് ഇടുക. വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഇതിലൊഴിക്കാം. ഒരു 3 കപ്പോളം വെള്ളം ഒഴിക്കാം. അപ്പോൾ നമ്മളിത് പോത്തുകാലായതുകൊണ്ട് കുറേ സമയം എടുത്തിട്ട് വേണം ഇത് വേവിക്കാൻ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കാം. ഇപ്പോൾ മസാല തയ്യാറാക്കാനുള്ള നമ്മൾ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, പുതിന, മല്ലിയില, അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള സ്പൈസസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ചട്ടി വെച്ചിട്ട് നമുക്ക് മസാല തയ്യാറാക്കാം. നമുക്ക് ചട്ടി ചൂടായി സൺഫ്ലവർ ഓയിലായി. അധികം ഓയിൽ ആവശ്യമില്ല, കാരണം നമ്മൾ ഈ പോത്തുകാലിൽ തന്നെ ഒരുപാട് അതിൻ്റെ കൊഴുപ്പ് കൂടുതലുള്ള കാരണം എണ്ണയുടെ ആവശ്യം, നമ്മൾ ഈ മസാല ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് വേവാനുള്ള എണ്ണ മാത്രം മതി, ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് സ്പൈസസ് ആഡ് ചെയ്യുക. സ്പൈസസ് ചൂടായിട്ടുണ്ട്. നമുക്കൊന്ന് ഉള്ളി, അരിഞ്ഞിരിക്കുന്ന ഉള്ളിയൊക്കെ ഇടാം. നമുക്കിത് 1 കിലോ ബിരിയാണിക്കുള്ളതാണ്. അപ്പോൾ ഒരു മീഡിയം സൈസ് 5 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതിൽ നല്ല സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് നല്ലവണ്ണം ഉള്ളി ഒന്ന് നല്ലവണ്ണം ഒന്ന് വേവണം കേട്ടോ. ഒരു ലൈറ്റ് ബ്രൗണിഷ് കളറാവണം, അതുവരെ നമ്മൾ ഉള്ളി വഴറ്റിക്കൊണ്ടേയിരിക്കണം. ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിനി ഇടിച്ചു വച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഇടോട്ടിടുക. നമ്മൾ ഒരു 4 തക്കാളി പൊടി പൊടിയായി അരിഞ്ഞത് അതിലോട്ട് ചേർക്കുക. ഈ തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ നന്നായിട്ട് വെന്ത് വരണം. നമുക്കിതിലോട്ട് ഇനി പച്ചമുളക് ചേർക്കാം. ഈ ടൈപ്പ് ബിരിയാണിയുടെ ഒരു ഹൈലൈറ്റ്സ് ഉണ്ട് അങ്ങനത്തെ ഒരു ഉണ്ടമുളക്. ഒരു പ്രത്യേക ടേസ്റ്റ്, ഒരു പ്രത്യേക മണവും ഈ ഒരു മുളക് ഇടുമ്പോൾ നമുക്ക് ബിരിയാണിയിൽ കിട്ടും. അതിനോടൊപ്പം തന്നെ കുറച്ച് പുതിന, മല്ലിയില ചേർക്കാം. ഇതൊന്ന് ഇളക്കി വിട്ടിട്ട് നമുക്കിതൊന്ന് വേവുന്ന വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. നമ്മുടെ ഉള്ളി, തക്കാളി ഇതൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ. നമുക്കിതിലോട്ട് ഇനി മസാലകൾ ചേർക്കാം. മസാല നമുക്ക് മുളക് പൊടി, കശ്മീരി ചില്ലിയാണ് കളറിന് വേണ്ടിയിട്ട്. നമുക്ക് പ്രത്യേകിച്ച് ഈ ടൈപ്പ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കളർ ഉണ്ടാവും, ഒരു ചുവന്ന കളർ, ഒരു ഓറഞ്ച് കളറൊക്കെ ഉണ്ടാവും. അപ്പോൾ കശ്മീരി ചില്ലി, പിന്നെ ശകലം ഗരം മസാല, പിന്നെ കുറച്ച് മീറ്റ് മസാലയും, ഇത്രയേ ഉള്ളൂ. നമുക്ക് കൂടുതൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മസാലകൾ ഇത്രയും ചേർത്താൽ മതി. ഇനി നമുക്ക് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പൊടിയുപ്പാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക.
കണ്ട ഉള്ളിയൊക്കെ വെന്ത് നല്ല രീതിയിൽ നല്ലതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉള്ളിയിൽ നിന്നും ആ എണ്ണ ഇങ്ങനെ മുകളിലോട്ട് വരണം. നമ്മൾ കൂടുതൽ എണ്ണ അതിൽ യൂസ് ചെയ്തിട്ടില്ല, കാരണം നമ്മൾ ഈ പോത്തുകാരായതുകൊണ്ട് അതിൽ കൊഴുപ്പ് ഒരുപാടുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എണ്ണമയവും കൂടുതലായിരിക്കും ബിരിയാണിയിൽ. അപ്പോൾ അതുകൊണ്ട് എണ്ണ ശകലം ഇട്ടിട്ടുള്ളൂ. എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഒരു 2 ചെറിയ ചെറുനാരങ്ങയുടെ നീര് ഇതിലോട്ട് ആഡ് ചെയ്യണം. നമ്മൾ മസാലകളൊക്കെ ഒന്ന് റെഡി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. മസാല ഒന്ന് റെഡി ആകുമ്പോഴേക്കും നമുക്ക് നമ്മളെ ഈ കുക്കറിലിട്ടുള്ള ബീഫ് ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം. അടിപൊളി, നല്ല വെന്തിട്ടുണ്ട്. നമുക്ക് ഈ ബീഫിനെ ഈ മസാലയിലോട്ടൊന്ന് ചേർക്കണം. ബീഫിൻ്റെ ഒക്കെ ആയിട്ട് നല്ല വെന്തിട്ടുണ്ട്. ബീഫ് നമ്മൾ കുക്കറിൽ കുറേ നേരം ഇട്ടിട്ട് വെച്ച് നല്ല വെന്തിട്ടുണ്ട്. മസാല നന്നായിട്ട് അതിന് നമുക്ക് 1 കിലോ റൈസാണ് എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള 1.5 കപ്പ് വെള്ളമാണ് ഇതിൽ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ബീഫ് വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ കളയാതെ അതിൻ്റെ ബീഫിൻ്റെ ആ സ്റ്റോക്ക് നമുക്കിതിൽ ഒഴിക്കുക. കറക്റ്റ് നമ്മുടെ അരിയുടെയും വെള്ളത്തിൻ്റെ അളവ്, അരി ഇപ്പോൾ 1 കപ്പാണെങ്കിൽ 1.5 കപ്പ് വെള്ളം ഈ ഒരു ബീഫിൻ്റെ സ്റ്റോക്ക് അതിലോട്ട് ആഡ് ചെയ്യുക. നമ്മൾ ഇതിലൊരു കപ്പ് റൈസാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അളന്ന് നോക്കാം കറക്റ്റ്. ഇതിലൊരു 1.5 കപ്പ് വേണം നമുക്ക്. ആ ബീഫിൻ്റെ സ്റ്റോക്ക് 1.5 കപ്പ് ഇതിലോട്ട് ആഡ് ചെയ്യാം. നമുക്കിനി ഇതിലോട്ട് ഒരു കപ്പ് തൈര് ചേർത്തണം. ഒന്നുകൂടി ഒന്ന് പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കുക. ഏകദേശം തിളക്കാനായിട്ടുണ്ട്. നമുക്ക് തിളച്ചതിന് ശേഷം അരി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മളപ്പോഴേക്കും വരിയൊന്ന് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഒരു ബൗളിലോട്ട് മാറ്റിയിട്ട് അതിലോട്ട് ആഡ് ചെയ്യണം. നമ്മൾ റൈസ് ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. റൈസ് ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്കിതിൽ മല്ലിയിലയും പുതിനയും ചേർക്കാം. നമുക്കിന്നത് വേവുന്നേരം ഒന്ന് മൂടി വെക്കാം. പിന്നെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. അടിപൊളി, നല്ല മണമാണ്. നമുക്കിതിനെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. വാഴയിൽ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. നല്ല മണം കേട്ടോ. അടിപൊളി മണം. നമ്മൾ ഈ ബിരിയാണി വയ്ക്കുമ്പോൾ നല്ല ജീരകശാല റൈസ് തന്നെ നല്ലത്. അപ്പോൾ നല്ല അരി ഉണ്ടെങ്കിൽ നല്ല സ്മെല്ല്, നല്ല മണം വരും. അതിൻ്റെ ഒപ്പം തൈര് ചട്നി കൂടിയിട്ട് നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. അല്ലേ, നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. കാലൊക്കെ നന്നായി വെന്തിട്ടുണ്ട്.
നമുക്കിതിൻ്റെ ഇതുണ്ട്, ഇതിനങ്ങനെ സ്പൂണിൻ്റെ ഇങ്ങനെ കുത്തിയാൽ മതി. ഇതിൻ്റെ ഉള്ളിലത്തെ മജ്ജൊക്കെ കൊണ്ട് എടുക്കാട്ടാ. കൊട്ട വേണ്ട. നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. ബീഫൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, കാലൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന മജ്ജ. സൂപ്പർ. ഇതാണ് ആ എല്ലിൻ്റെ ഉള്ളിലുള്ളത്. സൂപ്പർ സൂപ്പർ. വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.